പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവവചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മോട് പറയുന്നൊരു കാര്യമാണ്. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരുവൻ ലോകം മുഴുവൻ നേടുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും സ്വന്തമാക്കുക എന്നതിൻ്റെ അർത്ഥം. ഈ ലോകത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും ഒരു മനുഷ്യൻ സ്വന്തമാക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മാവ് തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം ഏതവസ്ഥയിലുള്ളതായിരിക്കുമെന്ന് ഒന്ന് ചിന്തിക്കണമേ. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇപ്രകാരം പറയുന്നത്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം റോമാലേഖനം 12:2 പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറയാൻ കാരണം? ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് തിരുസഭാ മക്കൾ. എന്നാൽ മറ്റുള്ളവർ തിരഞ്ഞെടുക്കപ്പെടാത്തവരാണ് ബാക്കിയുള്ള ഈ ലോകത്തിൻ്റെ പുത്രന്മാർ. ആ ഈ ലോകത്തിൻ്റെ പുത്രന്മാരനുസരിച്ച് ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നത്: അസന്മാർഗികളെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആരെങ്കിലും ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇന്ന് ലോകത്തിൻ്റെ മിത്രമാകുവാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ മക്കൾ മറ്റുള്ളവരുടെ സമ്പത്ത് പലതരത്തിലും സ്വന്തമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. കള്ളക്കച്ചവടത്തിലൂടെയും കരിഞ്ചന്തയിലൂടെയും പൂഴ്ത്തിവെപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും അന്യായ പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ടും മറ്റുള്ളവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടും അയൽവാസിയുടെ അവകാശങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് സ്വന്തം കൂടപ്പുറപ്പിൻ്റെ അവകാശങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് അവരെ ഒറ്റുകൊടുത്ത് അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ധനം സമ്പാദിച്ചു കൂട്ടുമ്പോൾ ആ ധനം അവൻ്റെ ജീവിതത്തിൽ അവസാനം അത് കയ്പായി മാറും. ഒരിക്കലും അത് മധുരിക്കത്തില്ല. അതിൻ്റെ പിന്നിൽ നാശം, അതിൻ്റെ പിന്നിൽ മരണം പതിയിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചത്: കള്ളനും കവർച്ചക്കാരനും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശു പറയുകയാണ്, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്തു പ്രയോജനം? ഈ ലോകം മുഴുവൻ നേടുമ്പോൾ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ അവൻ സ്വന്തമാക്കുന്നു. ഈ ലോകത്തിലേക്ക് വന്ന പ്രകാശമാകുന്ന ദൈവത്തെ സ്വന്തമാക്കേണ്ട സ്ഥാനത്ത് ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ ഒരു മനുഷ്യൻ സ്വന്തമാക്കുന്നു. അതോടുകൂടെ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോ പറയുകയാണ്: മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? ഓരോ മനുഷ്യരെയും നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്: നിൻ്റെ ആത്മാവിന് പകരമായിട്ട് നീ എന്തു കൊടുക്കും? നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണമേ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ.
ഇന്ന് ഈ ലോകത്തിൽ ധനവാനാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, ഈ ലോകത്തിൻ്റെ മുമ്പിൽ സകലതും സ്വന്തമാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നെട്ടോട്ടമോടുകയും അതിൻ്റെ പിന്നാലെ പരക്കം പായുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളും ഒന്ന് ചിന്തിക്കട്ടെ. എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഏതവസ്ഥയിലുള്ളതാണ്? മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവൻ അറിഞ്ഞും അറിയാതെയും എല്ലാം പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും കവർച്ച ചെയ്തും കൊള്ള ചെയ്തും സമ്പത്ത് ധനം വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇന്നലകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ അവകാശമെന്ന് തിരിച്ചു കൊടുക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയപ്പെടുവാനും നമുക്ക് തീരുമാനമെടുക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, ലോകം മുഴുവൻ നേടുമ്പോൾ ലോകത്തിൻ്റെ അന്ധകാരത്തെ നേടുന്നു നിങ്ങൾ തിരിച്ചറിയുന്നു. ഈ ലോകത്തിൻ്റെ പലതിനെയും ഉപേക്ഷിച്ച് അങ്ങയുടെ മാർഗത്തിൽ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.